തിങ്ങി പറക്കുന്ന സ്ഥലമാണ് ഈ ഡിപ്പോ കോളനി. ആ ഡിപ്പോ കോളനിയാണ് പുതിയ കുറയ്ക്ക് അനുമതി കൊടുത്തത്. പുൽപ്പള്ളി പഞ്ചായത്തിലെ ഈ മുള്ളംകൊല്ലി ഈ മേഖലയിൽ തന്നെ ഈ തോണിക്കടവ് മേഖലയിൽ 4ഓളം കോറികൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുകൂടാതെ 2ഓളം കോറികൾക്ക് ഒരു വെടി പോലും വെക്കാൻ പാടില്ല. അതിലാണ് ഇവന്മാർ വന്നിട്ട് ഈ മുക്കത്തൊന്നും വന്നിട്ട് ഇവന്മാർ ഇലക്ഷൻ ഓട്ടത്തിന്റെ തിരക്കിൽ ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് പുൽപ്പള്ളിയിലെ തോണിക്കടവിലാണ്. സാധാരണയായി ഈ അതിർത്തി ഗ്രാമങ്ങളിലേക്കൊക്കെയാണ് വികസനം എത്താത്ത ഒരു സാഹചര്യമുള്ളത്. കാരണം തൊട്ടപ്പുറത്ത് നമുക്ക് ഈ പുഴയുടെ അപ്പുറത്ത് കർണാടകമാണ്, ഇപ്പുറത്ത് കേരളമാണ്. അത് അതിർത്തിയിലെ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ വികസന മുരടിപ്പിൽ ബുദ്ധിമുട്ടുന്നത്. നമ്മൾ വെച്ചാലും തോണിക്കടവിലെ ആളുകളോട് തന്നെ ഇവിടുത്തെ വികസന കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചു നോക്കാം. ചേട്ടാ, എങ്ങനെയാണ് ഇവിടുത്തെ സാഹചര്യമൊക്കെ? കാര്യം പറഞ്ഞോട്ടെ, ഇവിടെ ഈ മുള്ളംകൊല്ലി പഞ്ചായത്തിൽ കേരള സർക്കാർ, അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ആണെങ്കിലും ആരാണെങ്കിലും, നിങ്ങൾ പശ്ചിമഘട്ടമാണെങ്കിലും ഇത് മലനിരയാണ്. ഇത് കർണാടക സ്റ്റേറ്റ് ആണ്. ഇത് കവനിപ്പുഴയാണ്. ഈ നിൽക്കുന്നത് പമ്പ് ഹൗസ് ആണ്. ഇവിടെ ഈ കോറി തന്നെ ഞങ്ങൾക്ക് പ്രശ്നം. ഈ കോറിയിൽ 3-4 കോറികൾക്ക് ഇവർക്ക് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇപ്പം പാഴ്ച നിവാസികളെ ഞങ്ങളെ എറണാകുളത്ത് ഹൈക്കോടതി കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ പേര് കേസ് കൊടുത്തു. ഈ കോറിക്കാര് അതെന്ന് പറഞ്ഞാൽ അവര് വലിയ ആൾക്കാരെന്ന് പറഞ്ഞേ. എന്താ പറയാ, നിങ്ങൾ ഞങ്ങളെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ ആറ്റമോട്ട് കൊല്ലുന്ന പറയുന്നത്. ഇപ്പൊ ഈ ഡിപ്പോയില് ജനങ്ങൾ 100 കണക്കിന്, അതായത് പാടത്തിട്ട പോലെ ജനങ്ങൾ 100 കണക്കിന് തിങ്ങി പറക്കുന്ന സ്ഥലമാണ് ഈ ഡിപ്പോ കോളനി. ആ ഡിപ്പോ കോളനിയാണ് പുതിയ കുറയ്ക്ക് അനുമതി കൊടുത്തത്. എന്ത് നീതിയാ സാറേ ഇത്? ഞാൻ കളക്ടർ ഓഫീസ് വിളിച്ച് ചോദിച്ചു. ഞാൻ ചോദിച്ചു, ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരണ്ട നിങ്ങളാണോ ഞങ്ങളെ? ഞങ്ങൾക്ക് ഈ ജില്ലാ കളക്ടർ എന്ന് പറഞ്ഞു എന്താ ജോലി? ജനങ്ങളുടെ ജീവനും സംരക്ഷണം സ്വത്തിനും സംരക്ഷിക്കുന്ന ആൾക്കാരാണ്. കേരള പോലീസിന് എന്താ ജോലി? ജീവനും സ്വത്തിനും കള്ളന്മാരിൽ നിന്നും നമുക്ക് സംരക്ഷിക്കേണ്ട ജോലിയാണ് അവരുടെ. പിന്നെ ഞങ്ങൾ ഈ കോറി മാഫിയകളുടെ അവരുടെ അഹങ്കാരത്തിന്റെ പുറത്ത് ഇതിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇത് കർണാടക പ്രശ്നമാണ്. ഇത് ടൈഗർ പ്രൊജക്റ്റാണ്, രാജീവ് ഗാന്ധി നാഷണൽ പാർക്കാണ്. ഈ പാർക്കിലേക്ക് 1.5 കിലോമീറ്റർ ദൂരം, അതായത് എയർ ഡിസ്റ്റൻസ്, എയറില് ഒരു വെടി പോലും വെക്കാൻ പാടില്ല. അതിലാണ് ഇവന്മാർ വന്നിട്ട് ഈ മുക്കത്തൊന്നും വന്നിട്ട് ഇവന്മാർ സ്ഫോടനം നടത്തുന്നത്. അപ്പൊ ഞങ്ങൾക്കിവിടെ ജീവിക്കണ്ടേ? ഇവിടെ കടുവ ആയിക്കോട്ടെ, ആന ആയിക്കോട്ടെ, മയിലായിക്കോട്ടെ, കുയിലായിക്കോട്ടെ, ഞങ്ങളുടെ ജീവന സ്വത്തിനും ആരും ഇവിടെ സംരക്ഷണം തരും? ജില്ലാ കട്ട് തരുമോ? പുൽപ്പള്ളി പോലീസ് തരുമോ? ജീവന സ്വത്തിന് സംരക്ഷണം ആര് തരും? അപ്പോൾ ഇവർ പറയുന്ന പ്രധാന കാര്യം ഇതാണ്. പുൽപ്പള്ളി പഞ്ചായത്തിലെ ഈ മുള്ളംകൊല്ലി ഈ മേഖലയിൽ തന്നെ ഈ തോണിക്കടവ് മേഖലയിൽ 4ഓളം കോറികൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുകൂടാതെ 2ഓളം കോറികൾക്ക് നിലവിൽ അനുമതി. ഇവിടെയാണ് കർണാടക ആണെങ്കിൽ നോക്കൂ. ഈ കർണാടകയിലാണെങ്കിൽ ഇവിടെ ഒരു തോട്ടയിടാൻ സമ്മതിക്കില്ല, ഒരു മീൻ പിടിക്കാൻ സമ്മതിക്കില്ല. കർണാടക സർക്കാരാണെങ്കിൽ ആ കറക്റ്റ് പോയിന്റ് അത്. കേരള സർക്കാർ എന്താ ചെയ്യുന്നത്? കേരള സർക്കാർ എന്താ ചെയ്യുന്നത്? എന്തായിക്കോട്ടെ, ഞാനൊരു ഇന്ത്യൻ പൗരനാ, അല്ലേ? ഞാൻ ഇന്ത്യൻ പൗരനാ. എന്റെ രോഷമാണത്. ഇതിനാണ് ഈ അതിർത്തി ഗ്രാമങ്ങളിലുള്ള ആളുകൾക്ക് പറയാനുള്ളത്. ഈ ഞാനിപ്പോൾ ഉള്ള ഈ തോണിക്കടവിൽ തന്നെ ഇപ്പോൾ ഇവർക്ക് പ്രധാനമായ പ്രശ്നം, നമ്മൾ പുൽപ്പള്ളിയിലെ പല മേഖലകളിൽ പോയപ്പോൾ കോറിയുടെ പ്രശ്നമാണ്. 4ഓളം കോറികൾ പ്രവർത്തിക്കുന്നു. 2ഓളം കോറികൾക്ക് വീണ്ടും അനുമതി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനജീവിതം ദുസ്സഹമാകുന്ന സാഹചര്യങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഈ ഭരിക്കുന്ന കോൺഗ്രസോ അല്ലെങ്കിൽ CPM അതൊന്നും മിണ്ടുന്നില്ല, അല്ലെങ്കിൽ പ്രതികരിക്കുന്നില്ല. അവർക്ക് ജനങ്ങൾക്ക് വേണ്ട സംരക്ഷണം നൽകുന്നില്ല എന്നാണ് ഇവർ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും തോണിക്കടവിൽ നിന്നും നമ്മൾക്ക് മറ്റൊരു സ്ഥലത്തേക്ക് ഇനി പോവാം.